ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ സുധീർ തേന് 1 2 3 4 ഹോട്ടലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോൾ റീലെടുക്കണമെന്ന് ഒന്ന് ചേഞ്ച് വേണ്ടെന്ന് വിചാരിച്ച് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബർഗറാണ് ഗൈസ്. അപ്പോൾ ജങ്ക് ഫുഡായി മുമ്പിൽ നിൽക്കുന്ന സാധനമാണ് ബർഗർ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ് ഗൈസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈ തക്കാളി അരിഞ്ഞത്, പിന്നെ ക്യാബേജ്, പിന്നെ ഈ കുക്കുംബറാണ് ഗൈസ്. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് കുക്കുംബർ. ഉപ്പും മുളക് ഇട്ട് നല്ല ടേസ്റ്റ് അല്ലേ. നമ്മളിവിടെ 8 ബണ്ണ് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വേണ്ടത് നമ്മുടെ ക്യാപ്സിക്കമാണ് ഗൈസ്. പിന്നെ വേണ്ടത് നമ്മുടെ സോസ്, നമ്മുടെ ചീസ്, ചീസാണ് ഗൈസ്. ഇത് മറ്റേ ഉപ്പിരിക്കുന്ന ചീസ്. പിന്നെ നമ്മുടെ മയോണൈസാണ്. അതിനുള്ള പ്രിപ്പറേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ക്യാബേജ് അരിയുന്നുള്ളൂ ഗൈസ്. ക്യാബേജ് ഇപ്പം എനിക്കൊരു എന്തുണ്ടാവും, ക്യാബേജ് എന്താണ് നമ്മുടെ ഇത് നോൺ വെജ് തന്നെയാണോ എന്ന് ഒരു സംശയം ഉണ്ടാകും ഗൈസ്. പക്ഷേ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ ബർഗറാണ് ഗൈസ്. എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ജങ്ക് ഫുഡല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വെജാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ തോക്കേണ്ടായിരുന്നു. എനിക്ക് ഒരു ഇതായിപ്പോയി. ഞാൻ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞത് എൻ്റെ കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ മയോണൈസൊക്കെ സെറ്റ് ചെയ്ത സാധനം ഉണ്ടാക്കാൻ പറ്റപ്പെടും. അതിൽ അറിയാലോ മുട്ട വേണം. ഞാൻ നിങ്ങൾ കണ്ട വീഡിയോയിൽ വിട്ടുപോയി ഗൈസ്. പിന്നെ നിങ്ങൾ കാണുന്ന പകുതി പേരും ഡിസ്ലൈക്കാണ് ചെയ്യണതെന്ന് എനിക്കൊരു അറിയിപ്പ് വന്നെങ്കിലും എനിക്കറിയാം നിങ്ങൾ നോക്കാതെയാണ് കമൻറ്റ് ചെയ്യുന്നില്ല. കമൻറ്റ് ചെയ്യുന്ന എത്ര നിങ്ങളുടെ കമൻറ്റ്സിനെ എനിക്ക് തന്നോന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കുറേ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ചെറിയ കുട്ടിയല്ലേ, എന്തിനങ്ങനെ ചെയ്യണേ എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ വെക്കുന്നതന്നെ പോയി നിങ്ങൾ ഈ വീഡിയോ കാണുക, ആ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്തിട്ടെല്ലാം പൊട്ടിപ്പൊളിയുന്നില്ല എന്ന് പറയുന്നത് പൈസ പോവും എന്നല്ലേ പറയണം. ഈ ഫുൾ വീഡിയോ ഷോർട്സിലായിരിക്കും കേട്ടോ കേസ്. പിന്നെ ബാക്കി വീഡിയോ അടുത്ത രീതിയിലായിരിക്കും വന്നത്. അപ്പം ഇതിന് നമുക്ക് ഇതും കൂടി ചെയ്യാൻ നമുക്ക് നിർത്താം. ഗൈസ്, ഇവിടെ ഒരാളും കൂടി ക്യാബേജ് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ കൂടി ചെയ്താൽ ഭയങ്കര ബെറ്റർ ആയിട്ട് ഗൈസ്. അടുത്ത ഘട്ടമാണ് ഈ ഒരു കുക്കുംബർ ഗൈസ്. കുക്കുംബർ നമ്മൾ അരിയുന്ന ആളുടെ കൈ കൊടുക്കാം. മാമി അരിയാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ